ഹലോ ചങ്ങായിമാരെ, ദിസ് ഇസ് മീ വണ്ടർ ബാസ്. വെൽക്കം ടു വണ്ടർ ബാസു വ്ളോഗ്സ്. അപ്പോൾ ചങ്ങായിമാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, മാർക്കോയെ പറ്റിയാണ്. നേരെ വീഡിയോയിലേക്ക് പോയാലോ. ബാ. മാർക്കോയെ പറ്റി പറയുകയാണെങ്കിൽ എ സർട്ടിഫിക്കേഷന് നീതി പുലർത്തിയിട്ട് ഒരു കിഡിലൻ വയലൻസ് മൂവി. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് എ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള വയലൻസ് മൂവി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് മക്കളെ ഒന്നൊന്നര വയലൻസ് മൂവി. സീരിയസ്ലി പറയാലോ, 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ മാത്രം പോയി കാണാം. റിവ്യൂ ഇടുന്ന ആൾക്കാർ റിവ്യൂ ഇട്ടിട്ട് അത് കിട്ടില്ല പടാന്ന് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് 18 താഴെയുള്ള ഒരൊറ്റ തിയേറ്ററിൽ കയറി പോകരുത്. ഞാൻ പറയുന്നത് താങ്ങാൻ പറ്റൂല മക്കളെ, നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. എനിക്ക് വരെ ചില സ്ഥലത്ത് ചില സീൻസൊക്കെ കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക, ഇരിച്ചിലെടുത്തെന്ന് പറയാം, നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. സീരിയസ്ലി പറയാം. തിയേറ്ററിൽ എൻ്റെ കൂടെ ഉണ്ടായ ഒരുപാട് ആൾക്കാർ ചില ടീമിനൊക്കെ ഓക്കാനിക്കാൻ വരും വന്നിട്ടുണ്ട് ചില സീൻസ് കാണുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ മാർക്കോയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് വിഷ്വൽസാണ്. നല്ല ഒന്നൊന്നര വിഷ്വൽസ് നമുക്കതിങ്ങനെ എന്താ പറയുക, നമ്മൾ ഹോളിവുഡ് മൂവീസിലൊക്കെ കണ്ടുവരുന്ന വിഷ്വൽസ്. ഞാൻ ഈ അടുത്തിറങ്ങിയ പടത്തിലൊന്നും അങ്ങനത്തെ ഒരു വിഷ്വൽസ് കണ്ടിട്ടില്ല. ക്യാമറ ടീമും ഡയറക്ഷൻ ടീമും നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോ വിഷ്വൽസ് കാണുമ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാൾപേപ്പറൊക്കെ ഇടാൻ തോന്നും. അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഒരു ഡാർക്ക് ഒരു ഗാങ്സ്റ്റേഴ്സിൻ്റെ പക്ക കളർ ഗ്രേഡിങ് വെച്ചിട്ട് ചെയ്തൊരു പടം മാർക്കോ. പക്ക കളർ ഗ്രേഡിങ്. അത് കളർ ഗ്രേഡിങ് മാറുന്നൊരു സീനുണ്ട്. ഒരു സ്റ്റെയർ കേസ് ഫൈറ്റ് ഉണ്ട്. അത് സ്പോയിലർ ആക്കുന്നതാണ്. നിങ്ങൾ പടം കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് റിവ്യൂ ആണ്. ഞാൻ മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ സ്റ്റെയർ കേസ് ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് ഇങ്ങനെ വരുന്ന കളർ ചേഞ്ചസ് ഉണ്ട്. സംഭവം നൈസായിട്ടുണ്ട്. ഓരോരോ പോർഷൻസിലായിട്ട് ഇങ്ങനെ കളർ ഗ്രേഡിങ് മാറിക്കൊണ്ടിരിക്കും. നല്ല രീതിക്ക് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയുകയാണെങ്കിൽ പിന്നെ ആർട്ട് വർക്ക് ഗംഭീരമായിട്ടുണ്ട്. അതിനൊരു സംശയമില്ല. പൊതുവെ ആർട്ട് ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ഇതിൽ ആർട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട് അവർ. പിന്നെ നമ്മളെ അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മളെ മാർക്കോ തന്നെയാണ്. സീരിയസ്ലി പറയില്ല, ഉണ്ണി മുതൽ നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത്. മുപ്പത് നല്ല ഫിസിക്കൽ എഫേർട്ടും ഇതൊക്കെ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ബോഡി ബിൽഡിങ്ങിനൊക്കെ എന്താ പറയുക ഫോട്ടോസും അതൊക്കെ ഈവൻ പോസ്റ്ററിൽ പോലും സിക്സ് പാക്ക് എല്ലാം കാണിച്ചിട്ടുള്ള ഇത് കണ്ടിട്ടുണ്ട്. നമുക്കത് മനസ്സിലാവും. ഈ സിനിമയിലേക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മൂപ്പർ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. സ്റ്റണ്ട് അടുത്തത് ഗംഭീര കൊറിയോഗ്രാഫിയാണ്. നല്ല പറഞ്ഞാൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ പറഞ്ഞാൽ നമ്മൾ അടിക്കുന്ന ശരിക്കും ഫീൽ ആവും. അങ്ങനത്തെ ഫൈറ്റ് സീക്വൻസാണ്. ലാസ്റ്റ് ഇറങ്ങിയ എന്താ പറയുക പടത്തിലെ ഫൈറ്റ് സീക്വൻസ് പോലെ ഇല്ലാത്ത ഇതിൽ വേറെ തന്നെ ഒരു ഫൈറ്റ് സീക്വൻസാണ്. ലാസ്റ്റ് ഇറങ്ങിയ എന്താ സംഭവിച്ചാൽ ഞാൻ എൻ്റെ റിവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ നല്ല ഗംഭീര ഫൈറ്റ് സീക്വൻസാണ്. നമ്മളെന്താ പറയുക, ശരിക്കും ഈ ഫൈറ്റ് സീക്വൻസും വയലൻസൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തായിരിക്കും അവസ്ഥ. പിന്നെ അടുത്തത് നമ്മളെ മ്യൂസിക്, സൗണ്ട്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആരാ ചെയ്തത്? നമ്മളെ KGF മ്യൂസിക് ഡയറക്ടറാണ് രവി ബസറൂർ സാറാണ്. മൂപ്പര് നല്ല രീതിയിൽ പണിയെടുത്തിട്ട് സത്യം പറയില്ല. ഞാൻ മറ്റേ ബ്ലഡ് എന്നുള്ള പാട്ട് കേട്ട സമയത്ത് എനിക്കത് ശരിക്കും വർക്കായിട്ടില്ല മീൻസ് എനിക്ക് ഓക്കെ ആയിരുന്നു, ബട്ട് എനിക്കിങ്ങനെ ഒരു ഇത് കിട്ടിയില്ല. പക്ഷേ അത് ഈ തിയേറ്ററിൽ പോയി കണ്ട് തിയേറ്ററിൽ ബാക്കിയുള്ള പാട്ടും ബാക്കിയുള്ള BGMs അതൊക്കെ കേട്ടപ്പം സീരിയസ്ലി പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് അവർ പണിയെടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും അടുത്തൊരു കൈയടി കൊടുക്കണ്ടാവും. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ആക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സിദ്ദിഖ്, ജഗദീഷ് ഇവർ വേറെ ലെവലായിരുന്നു. പിന്നെ നമ്മൾ വില്ലൻ കില്ലാടെ എനിക്ക് ആളെ പേര് എനിക്ക് അറിയില്ല എന്താണ്. പക്ഷെ നമുക്കിങ്ങനെ കൊട്ടുക്കടവന് രണ്ടെണ്ണം തോന്നില്ല. അങ്ങനെ എന്താ പറയുക അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അത് നെഗറ്റീവ് അല്ല, മൂപ്പരുടെ പോസിറ്റീവ്. മൂപ്പർ അങ്ങനെ അഭിനയിച്ച് തകർത്തിട്ടുണ്ട് ആ റോള്. എല്ലാം കൊണ്ടും ക്രിസ്മസ് നമുക്ക് വേണമെങ്കിൽ മാർക്ക് തൂക്കി എന്ന് പറയാം. ഇപ്പം അങ്ങനെയാണ് അവസ്ഥയുള്ളത്. ക്രിസ്മസ് മാർക്ക് തൂക്കി. ഇനി ബാക്കിയുള്ള പടങ്ങൾ ഓരോന്ന് കണ്ടു നോക്കണം എങ്ങനെയാണുള്ളത് പറഞ്ഞിട്ട്. ഇത് എന്തായാലും മറ്റേ എന്താ പക്ക വയലൻ്റ് മൂവിയാണ്. പിന്നെ നമ്മളെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു, ലൈക്ക് ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയെങ്കിൽ നല്ലത്, വയലൻസ് സീൻസ് ബാക്കി കുറയ്ക്കുമെന്ന്. അത് ചെയ്യരുത്. കാരണം അത് വെക്കണം. കാരണം ഇതിൻ്റെ അകത്ത് നിങ്ങൾ വയലൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ല അതിൻ്റെ അകത്ത് എടുക്കാൻ. സത്യം പറയാലോ, ഇതൊക്കെ സെൻസർ ബോർഡ് എങ്ങനെ സെൻസർ ചെയ്ത് വിട്ടു എന്ന് ഞാനിപ്പോൾ ആലോചിച്ച് നോക്കുന്നത്. അങ്ങനെ
ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ആ ധൈര്യം നമ്മൾ സമ്മതിക്കണം. ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും ഈവൻ ഉണ്ണുമുതൻ പറഞ്ഞവരും ഇവർ മൂന്നര ധൈര്യം നമ്മൾ സമ്മതിക്കും. ബാക്കിയുള്ള ആക്ടേഴ്സിനെയും ഇതിൽ അഭിനയിച്ച എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ എല്ലാവരും നമ്മൾ ധൈര്യം സമ്മതിക്കണം ഇതുപോലത്തെ ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. എനിവേസ് നല്ലൊരു മൂവിയായിരുന്നു. 1 ടൈം വാച്ചബിളാ 2 ടൈം വാച്ചബിളൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഞാനിത് ഇനി എനിക്ക് ഒരു പ്രാവശ്യം കൂടി കാണേണ്ട ത്രാണിയില്ല. കാരണം എനിക്ക് ഇതിനകലപ്പുറം വയലൻസ് ഒന്നും എനിക്ക് താങ്ങൂല. ഓക്കെ, വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം ഇഷ്ടപ്പെടും. അപ്പോൾ ക്രിസ്മസ് മാർക്ക് കൊണ്ടുപോയി വിചാരിക്കുന്നു. അടുത്ത വിശേഷമായിട്ട് വീണ്ടും വരുന്നതാണ്. ദിസ് ഇസ് മീ വണ്ടർ വാസു. പറയാൻ പറ്റുമോ? ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ചങ്ങന്മാർക്ക് അയച്ചു കൊടുത്തേ, മാർക്ക് കാണാത്ത എല്ലാവർക്കും അയച്ചു കൊടുത്തേ. ഓക്കെ, അപ്പോൾ അഗൈൻ ദിസ് ഇസ് മീ വണ്ടർ വാസു സൈനിങ് ഔട്ട്.